അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുത്തിയും ഐക്യരാഷ്ട്രസഭ അങ്ങനെ ലോകത്തുള്ള ഒരുപാട് സംഘടനകളുമായി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുമായി എല്ലാ രാജ്യങ്ങളും കരാറുകളിൽ ഏർപ്പെടാറുണ്ട്. അങ്ങനെ ഇന്ത്യ രാജ്യം കരാറുകളും പിന്നെ MOU ഒക്കെ ഒപ്പുവയ്ക്കാറുണ്ട്. അങ്ങനെ ഇന്ത്യ രാജ്യവും അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി 11 ദിവസം സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ചെയ്താൽ 1 ദിവസം ശമ്പളത്തോട് കൂടിയിട്ടുള്ള ലീവ് കൊടുക്കണം. അങ്ങനെ 11 ദിവസം ഒരു ദിവസം കണക്കാക്കുമ്പോൾ ഒരു വർഷത്തിൽ ഒരു 33 ദിവസം അങ്ങനെ ഒരു പിന്നെ അവർക്ക് ഒരു വർഷം കിട്ടും. അപ്പോൾ 11 ദിവസം എന്ന് പറയുമ്പോൾ 100 ദിവസം ആകുമ്പോൾ പിന്നെ 11 ദിവസത്തിൽ ഒരിക്കൽ ഒരു ദിവസമാണ്. അപ്പോൾ 100 ദിവസം 10 ദിവസം 200 ഇങ്ങനെ അങ്ങനെ 33 ദിവസം, അതാണ് ഒരു കണക്ക് വെച്ചിരിക്കുന്നത്. ഈ 33 ദിവസത്തിൽ 30 ദിവസത്തെ ശമ്പളം അവർക്ക് കിട്ടും. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി ലോകത്തുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇത് പക്ഷേ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ത്യ അത് അഡോപ്റ്റ് ചെയ്തൊരു രാജ്യമാണ്. ഈ അഡോപ്റ്റ് ചെയ്തതിനെ നമ്മൾ പറയുന്നതാണ് ഏൺഡ് ലീവ് അല്ലെങ്കിൽ ലീവ് സറണ്ടർ എന്നൊക്കെ പറയുന്ന സംവിധാനം. അതാണ് 1970 ഗവൺമെൻറ് ഓർഡർ നമ്പർ P/153/70 ഫിനാൻസിലെ 21/2/1970 ഒരു ഓർഡറുണ്ട്. ആ ഓർഡർ പ്രകാരം നമുക്കിവിടെ EL കൊടുക്കുന്നുണ്ട്, ഏൺഡ് ലീവ് അല്ലെങ്കിൽ ലീവ് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശമ്പളത്തോടു കൂടി, ഞാൻ പറഞ്ഞു 11 ദിവസം ജോലി ചെയ്താൽ ഒരു ദിവസത്തെ ശമ്പളത്തോടുള്ള ലീവ്. ഇത് ഒരു 33 ലീവ് ഒരു വർഷം കണക്കാക്കി വെച്ചിട്ട് 30 ലീവിൻ്റെ പൈസ ഒരു വർഷത്തിൽ അവർക്ക് ലീവ് വിൽക്കാം. ആർക്ക് വിൽക്കാം? ഗവൺമെൻറ്റിന് തന്നെ തിരിച്ച് വിൽക്കാം. വെളിയിൽ ആർക്കും അല്ല വിൽക്കുന്നത്, ഗവൺമെൻറ്റിന് തന്നെ കൊടുത്താൽ ക്യാഷ് കൊടുക്കും. അപ്പോൾ ഏൺഡ് ലീവ് നമുക്ക് വേണമെങ്കിൽ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ ക്യാഷ്വൽ ലീവ് തീർന്നു പോയാൽ, ക്യാഷ്വൽ ലീവിൻ്റെ കഥ വേറൊരു വീഡിയോയിൽ പറയാം, ക്യാഷ്വൽ ലീവ് തീർന്നു പോയാൽ നമുക്ക് ഏൺഡ് ലീവ് എടുക്കാം. ഏൺഡ് ലീവ് എടുത്തില്ലെങ്കിൽ അത് നമ്മളെ ക്രെഡിറ്റിൽ കിടക്കും. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർ, നമ്മളെന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്രെഡിറ്റിൽ കിടക്കും. അങ്ങനെ ക്രെഡിറ്റിൽ കിടന്ന് 33 ആകുമ്പോൾ അത് നമുക്ക് കിട്ടും. ഇതിനെ സംബന്ധിച്ച് വേറെ ചില നിയമങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കണം. കേരള സർവീസ് റൂൾ പാർട്ട് 1 റൂൾ 106 അപ്പൻഡിക്സ് 8 ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ലീവ് സറണ്ടർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാണ്. ഇപ്പോൾ ലീവ് സറണ്ടർ കിട്ടുന്നില്ല എന്ന ആളുകൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാണ്. ആർട്ടിക്കിൾ 14 and 16 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും ഈക്വാളിറ്റി ഇൻ സർവീസ് ബെനിഫിറ്റ്സിലും അതുപോലെ തന്നെ അപ്പൻഡിക്സ് 12C-ലും 12E-ലും KSR റൂളുകളിൽ പറയുന്നതിലുമൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ലീവ് സറണ്ടർ എന്ന് പറയുന്നത് ഒരു റൈറ്റാണ്. പക്ഷേ എന്തല്ല, ഒരു അത് നിഷേധിക്കാൻ കഴിയുകയില്ല. ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ റൂൾ 106(1) ഒരു ക്ലോസ് ഉണ്ട്. അത് ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കണം. ചുമ്മാ നമുക്ക് ലീവ് സറണ്ടർ കിട്ടുമോ എന്ന് പറഞ്ഞ് ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും ഐക്യമുന്നണിയൊക്കെ തെറി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ ഇതൊക്കെ പഠിക്കുക. അതിനാണ് ഞങ്ങൾ സർവീസ് ഷോട്ടൊക്കെ ചെയ്യുന്നത്. പലപ്പോൾ ഇതിനകത്തൊരു ഡേറ്റയോ അല്ലെങ്കിൽ ഒരു ഡേറ്റോ എന്തെങ്കിലുമൊക്കെ ഒരു എറർ വന്നാൽ ഉടനെ താഴെ വന്നിട്ട് ഇതിൻ്റെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് കുറേ ചേട്ടന്മാർ അങ്ങോട്ട് തെറി വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് നമ്മൾ കൂട്ടായി പഠിക്കുന്നൊരു വിഷയമാണ്. ഏതെങ്കിലും ജിയോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റയിലോ ഒരു ഡേറ്റിലോ വ്യത്യാസം വന്നാൽ നിങ്ങൾ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ എൻ്റെ നമ്പറുണ്ടല്ലോ, നേരിട്ട് അറിയിക്കുക, സാർ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ സുഹൃത്തെ ഇങ്ങനൊരു വിഷയമുണ്ട്, നിങ്ങളത് കറക്റ്റ് ചെയ്യണം. നമ്മൾ അടുത്തതിൽ കറക്റ്റ് ചെയ്യും. അല്ല ഇതൊരു അവസാന വാക്കൊന്നും അല്ലല്ലോ ഒരു വീഡിയോ. അതുകൊണ്ട് അതിനകത്ത് കയറി നമ്മൾ വലിയ പാണ്ഡിത്യമൊന്നും ആരും കാണിച്ച് നമ്മളെ കമൻ്റ് അടിച്ച് ഫോനെയൊന്നും അടിക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നതിന് നമുക്ക് ചർച്ച ചെയ്യാം, വളരെ കൃത്യമായി ചർച്ച ചെയ്യാം. അപ്പോൾ സർവീസ് റൂളിലെ 106(1) പറയുന്നത് ഏൺഡ് ലീവ് എന്ന് പറയുന്ന പാർട്ടിൽ പറയുന്നത് എ മെമ്പർ ഓഫ് സർവീസ് ഹാസ് ഏൺഡ് ഷാൽ ബി അഡ്മിസിബിൾ ടു ബി സറണ്ടേഡ് സബ്ജക്ട് ടു ദി കണ്ടീഷൻ ഓഫ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെൻറ്. അവിടെയാണ് പ്രശ്നം. സർക്കാർ പറയുന്ന വ്യവസ്ഥകളോടനുസരിച്ച് സറണ്ടർ ചെയ്യാമെന്നാണ് പറയുന്നത്. അതാണ് ഗവൺമെൻറ് കയറി പിടിക്കുന്നത്. ഗവൺമെൻറ് മേ ഇമ്പോസ് റെസ്ട്രിക്ഷൻസ് റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് ഡേയ്സ്, ഒക്കേഷൻസ് ആൻഡ് ടൈം ഓഫ് സറണ്ടർ. എത്ര ദിവസം വേണമെന്നും ഗവൺമെൻറ് തീരുമാനിക്കാം. അതുകൊണ്ടാണ് AK ആൻ്റണി പണ്ട് 10 ദിവസം തീരുമാനിച്ചു, വലിയ സമരമായി. പിന്നെ അത് 20 ദിവസമാക്കി. പിന്നെ അത് എനിക്ക് തോന്നുന്നു പിന്നെ ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അത് മാറിയില്ല. പിന്നെ അടുത്ത വന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെന്ന് തോന്നുന്നു 30 ദിവസമാക്കിയത്. കറക്റ്റ് ഒരു ഡേറ്റ എനിക്കറിയില്ല. അപ്പോൾ 30 ദിവസം, യഥാർത്ഥത്തിൽ 10 ദിവസം AK ആൻ്റണി ആക്കി, സമരമായി 20 ദിവസമാക്കി, അത് ഉയർത്തി പിന്നെ 30 ദിവസമാക്കി. അതിന് മുമ്പ് 30 ദിവസം ഉണ്ടായിരുന്നു, 33 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ ഈ 2 കണ്ടീഷൻ, ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ 2 കണ്ടീഷൻ കിടക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്. അപ്പൻഡിക്സ് 12A പാര 3 പറയുന്നത് ഈ ഗവൺമെൻറ് എംപ്ലോയി മേ സറണ്ടർ 30 days ഓഫ് ഏൺഡ് ലീവ് once in 2 years എന്നാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒരിക്കലും സറണ്ടർ ചെയ്യാറുണ്ട്. പക്ഷേ 2 years എന്നാണ് എൻ്റെ അത് തിയറി പറയുന്നത്. 2 വർഷത്തിലൊരിക്കൽ സറണ്ടർ ചെയ്യാറുണ്ട്. അടുത്ത അതിൽ തന്നെ പാർട്ട് 12A 5 പറയുന്നത് the cash equivalent shall be calculated on the basis of pay and D admissible on the date of surrender. ഇതാണ് അതിൻ്റെ ഒരു മെച്ചം.
നിങ്ങൾ സർവീസിൽ കയറുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അതാത് വർഷങ്ങളിലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ ഒക്കെ സറണ്ടർ ചെയ്യാതിരുന്നാൽ, അത് നിങ്ങൾക്ക് കിടന്നാൽ, അത് നിങ്ങളെ ക്രെഡിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ക്രെഡിറ്റിലേക്ക് പോയുള്ള ഗുണം അവസാന വർഷം നിങ്ങൾ 300 ദിവസം അവസാന വർഷം കിട്ടുള്ളൂ. അത് മനസ്സിലാക്കുക. പെൻഷൻ പറ്റുമ്പോൾ ഒരുപാട് ക്രെഡിറ്റ് കടന്നു കുറഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ 300 ദിവസത്തേക്കുള്ളത് മാറ്റി വയ്ക്കുക. 300 ദിവസത്തേക്കുള്ള മാറ്റി വെച്ചാലുള്ള ഗുണം, എപ്പോഴാണോ സറണ്ടർ ചെയ്യുന്നത് അപ്പോഴുള്ള എന്ത് കിട്ടും? ശമ്പളം അനുസരിച്ചും സ്കെയിലും ഡി അനുസരിച്ചുള്ള പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള വർഷങ്ങളിലും അങ്ങ് എടുക്കുക. പിന്നെ അത് ക്രെഡിറ്റിലേക്ക് പോകും. പിന്നെ എടുത്തില്ലെങ്കിൽ അത് ക്രെഡിറ്റിലേക്ക് പോകും. ക്രെഡിറ്റിലേക്ക് പോയാൽ പിന്നെ അവസാന വർഷം എടുക്കാൻ പറ്റും. അപ്പം പെൻഷൻ പറ്റാനുള്ള കുറച്ച് കാലമൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ അതാത് വർഷം, ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ക്രെഡിറ്റിലായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുക. പിന്നെ അവസാന വർഷങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് കയറുമ്പോൾ അതാത് വർഷങ്ങളിലും 2 വർഷത്തിലൊരിക്കലൊക്കെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ രീതി അനുസരിച്ച്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ പല രീതി അനുസരിച്ച് നിങ്ങൾ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 300 ലീവ് നിങ്ങൾ വച്ചേക്കുക. അത് നിങ്ങൾക്ക് അവസാനം വരും. അല്ലെങ്കിൽ 3 വച്ച് കണക്കൂട്ടി വരും. ഈ ആദ്യത്തെ 33 വച്ച് ഒരു വർഷത്തിൽ കിട്ടുന്നതിൻ്റെ 33ൻ്റെ 30 കിട്ടുന്നുള്ളൂ. നമുക്ക് 3 വച്ച് വരും. നമുക്കല്ല, ഉദ്യോഗസ്ഥർ പറഞ്ഞത് നമുക്കെന്ന് പറയും. അപ്പോൾ 3 വച്ച് കിട്ടും. അതിൻ്റെ കുറേ വരും. അത് എത്ര വർഷം സർവീസ് ഉണ്ട് അത്രയും കയറി വരും. അത് 300 ആയിക്കഴിഞ്ഞാൽ, 300 കൂടുതലായാൽ ഇത് കിട്ടുകയില്ല. പാര 12A8 പറയുന്നത്, സാങ്ഷൻ അതോറിറ്റി ഷാൽ അലൗ സറണ്ടർ ഇഫ് ദ എംപ്ലോയി ഈസ് എലിജിബിൾ. ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയി എലിജിബിൾ ആയിരിക്കണം. KSR പാർട്ട് 1 ടൂൾ 11(2) പറയുന്നത് ലീവ് അറ്റ് ക്രെഡിറ്റ് ആൻഡ് എൻകാഷ്മെൻറ്റ് എന്ന പാർട്ടിലാണ് ഇതൊക്കെ പറയുന്നത്. ഒരു 8-10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കിട്ടത്തില്ല. ഒരു 10ഓളം കാര്യങ്ങൾ പ്രശ്നമാണെങ്കിൽ ഇത് കിട്ടത്തില്ല. അതാണ് ഇപ്പോൾ കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ. അതിലൊന്നാണ്, ഒന്ന് സർക്കാരിന് പൈസ കുറവാണ്. പൈസ കുറവാണെങ്കിൽ സർക്കാർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ ട്രഷറിയിൽ ബില്ല് കൊടുക്കുമ്പം ഫസ്റ്റ് പ്രിഫറൻസ് ശമ്പളത്തിനാണ്, അതാത് മാസത്തെ ശമ്പളത്തിനാണ്. അല്ലെങ്കിൽ ആ വർഷത്തെ ഏതായാലും എപ്പോഴാണ് ബില്ല് കൊടുക്കുന്നത് അതാത് മാസത്തെ ശമ്പളത്തിനാണ്. അത് കഴിഞ്ഞാൽ പെൻഷനാണ് ഒരു പ്രയോറിറ്റി. അത് കഴിഞ്ഞാൽ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റിനാണ്. അത് കഴിഞ്ഞാൽ DAക്കാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് മാത്രമേ എന്തുള്ളൂ, ELന് പ്രയോറിറ്റി ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഗവൺമെൻറ്റിന് ട്രഷറിയിലേക്ക് ബില്ല് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് പറയും, ഇപ്പോൾ ലീവ് സറണ്ടർ ഇപ്പോൾ കൊടുക്കണ്ട എന്ന് ട്രഷറി ഓഫീസർക്ക് ഒരു ഡയറക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ, അത് എത്ര മാസമായാലും എത്ര പേർക്കായാലും എത്ര വർഷമായാലും അങ്ങനെ ഒരു പേപ്പർ ഗവൺമെൻറ്റിൽ നിന്ന്, അതായത് ഫണ്ടിൻ്റെ ഷോർട്ട് ഉള്ളത് കൊണ്ട് ലീവ് സറണ്ടർ പിടിച്ചു വയ്ക്കാൻ പറഞ്ഞാൽ പിടിച്ചു വയ്ക്കാം ഗവൺമെൻറ്റിന്. പക്ഷെ തരാതിരിക്കാൻ പറ്റത്തില്ല. സുപ്രീം കോടതി വിധികളുണ്ട്, ഒരുപാട് ഹൈക്കോടതി വിധികളുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ വിധികളുണ്ട്, ഒരുപാട് വിധികളുണ്ട്. ഏറിൻ്റെ ലീവ് സറണ്ടർ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, പക്ഷെ താമസിപ്പിക്കാം. ഇതൊരു കൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്, അബ്സല്യൂട്ട് റൈറ്റ് അല്ല. കൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയാലും ഇത് കൊടുക്കണമെന്നാണ്. കാരണം സാലറി DA പ്ലസ് ഏൺഡ് ലീവും കൊടുക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് കൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണെങ്കിലും കിട്ടും. അതൊരു ഞാൻ പറഞ്ഞൊരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല, എന്നാലും കൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണെങ്കിലും അത് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു 4-5 കണ്ടീഷനിൽ ശമ്പളം, പെൻഷൻ, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, DA ഇത് കഴിഞ്ഞിട്ടേ എന്ത് കൊടുക്കുള്ളൂ, ഏൺ ലീവ് കൊടുക്കത്തുള്ളൂ. ഇനി ഒരു 4-5 കാര്യങ്ങൾ കൂടി 4-5 സാഹചര്യം കൂടെ ഉണ്ടെങ്കിൽ കൊടുക്കില്ല. ഒന്നാമത് കൊടുക്കാതിരിക്കുന്ന സാഹചര്യം, സർക്കാരിന് ധനസമ്പാദനം കുറവ്, ധനസമാഹരണം, ഖജനാവിൽ പണം കുറവ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലീവ് സറണ്ടറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ട്രഷറിയിൽ കൺട്രോൾ കൊടുക്കും അവർ. ട്രഷറി അല്ലെങ്കിൽ ട്രഷറി കൺട്രോൾ ഏതെങ്കിലും തരത്തിൽ വരികയാണെങ്കിൽ, കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ട്രഷറി ബാനൊക്കെ വന്നല്ലോ, അപ്പോൾ ട്രഷറി കൺട്രോൾ ഉണ്ടെങ്കിൽ കൊടുക്കത്തില്ല. അതുപോലെ സ്പാർക്കിൽ ഈ ശമ്പള ബില്ലിൽ എന്തെങ്കിലുമൊക്കെ ഒരു എംപ്ലോയിയുടെ സ്പാർക്കിൽ എൻ്റർ ചെയ്തിരിക്കുന്നതിനകത്തുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൊടുക്കത്തില്ല. അങ്ങനെ കൊടുക്കത്തില്ല. ലീവ് വിത്തൗട്ട് അലവൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, LW എടുത്തിട്ടുണ്ട് ഒരു എംപ്ലോയി, അതിൻ്റെ പേപ്പറൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല, സർക്കാരിൽ നിന്ന് കറക്റ്റായിട്ട് ഉത്തരവ് വാങ്ങിച്ചിട്ടില്ല, PhDക്ക് പോയി പലതിനും പോയി, പക്ഷേ കറക്റ്റായിട്ട് പേപ്പറുകളൊന്നും സർക്കാരിലേക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ ആ എംപ്ലോയിക്ക് വേണമെങ്കിൽ EL തടഞ്ഞു വെക്കാം. അത് തടഞ്ഞു വെച്ചാൽ പിന്നെ LWA ലീവ് വിത്തൗട്ട് അലവൻസിൻ്റെ പേപ്പർ ക്ലിയർ ആക്കി കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ പിന്നെ സറണ്ടർ റിക്വസ്റ്റ് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. ഒരിക്കൽ കൊടുത്തു, പിന്നെയും കൊടുത്തു, പല പ്രാവശ്യം കൊടുത്തപ്പോൾ ഒരു കൺഫ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വന്നാൽ അത് അവർക്ക് വേണമെങ്കിൽ തടഞ്ഞു വെക്കാം. റിട്ടയർമെൻറ്റ് പ്ലീ ക്രോഷർ ലൈബിലിറ്റി, റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് കുറേ ലൈബിലിറ്റികൾ നമ്മൾ തീർക്കാനുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രിമിനൽ കേസുകളുടെ ഒരുപാട് കാര്യങ്ങൾ, ഈ ലൈബിലിറ്റികളെല്ലാം തീർത്താൽ മാത്രമേ EL സറണ്ടർ ചെയ്യാൻ പറ്റൂ. അവസാന വർഷത്തെ കാര്യം ഞാൻ പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്കുള്ളത് കിട്ടും, പക്ഷേ അവസാനത്തെ പെൻഷൻ പറ്റുമ്പോൾ കിട്ടുന്ന 300 ദിവസത്തെ അങ്ങനെ കിട്ടുകയുള്ളൂ. ഇനി കോർട്ടിൻ്റെ സ്റ്റേ ഓർഡർ ചില ഡിപ്പാർട്ട്മെൻറ്റിനോ ചില സ്ഥാപനങ്ങൾക്കോ ചില വ്യക്തികൾക്കോ എതിരെ കോർട്ടിൻ്റെ സ്റ്റേ ഓർഡർ ഉണ്ടെങ്കിൽ കിട്ടത്തില്ല. സാലറി ബില്ലിൻ്റെ പ്രയോറിറ്റി ഞാൻ പറഞ്ഞു, 5 ഘടകങ്ങൾ പറഞ്ഞു, അതിൽ 5ാമത്തെയാണ് പ്രയോറിറ്റി. കോവിഡ് കാലത്തും ഇതുപോലത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമുക്കല്ല സർക്കാർ ഉദ്യോഗസ്ഥർ കിട്ടാതിരിക്കുന്നത്. എന്തായാലും GOP 65/2007 ഫിനാൻസ് 28/2/2007 30 ദിവസത്തെ ലീവ് സറണ്ടർ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലീവ് സറണ്ടറിനെ സംബന്ധിച്ച് ഞാൻ ചുരുക്കുന്നു, അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്, രാജ്യത്ത് നിയമങ്ങളുണ്ട്, എല്ലാ രാജ്യത്തുമില്ല, പക്ഷേ ഇന്ത്യയിൽ ഇതുണ്ട്.
കേരളത്തിൽ 1970-ലാണ് ഈ നിയമം ഇത് കർശനമായൊരു ജിയോയിലൂടെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇത് സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളല്ലാതെ ഇതിനകത്ത് തെറ്റ് കണ്ടുപിടിച്ചാലും തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. സാർ ഇന്ന പാർട്ടി, ഇന്ന ഡേറ്റ്, ഇന്ന ജിയോ നമ്പർ അത് തെറ്റാണ്, ഇത് തിരുത്തണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സഹായമായിരിക്കും. അല്ലാതെ ആരും കയറി കുമ്മി അടിക്കരുത്.